ഉപയോഗിച്ചിട്ട് ബോഗൺവില്ലയിൽ നിറച്ചും പൂക്കളുണ്ടാകുന്ന വിത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നതല്ലേ. അതുപോലെ തന്നെ ഈ ഒരു മുട്ട ഉപയോഗിച്ചിട്ട് പല തരത്തിലുള്ള വളങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഗാർഡനിലെ എല്ലാ ചെടികൾക്കും പറ്റിയത്. അപ്പോൾ അതിനായിട്ട് ആദ്യം മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഈ മുട്ടത്തോട് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ സാധാരണ ചെടികളുടെ കടക്കലിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷേ ഈ മുട്ടത്തോട് ഇതുപോലെ ഉണക്കാതെ പൊടിക്കാതെ ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് നമ്മുടെ ചെടികളിലെ കടക്കലിട്ട് കൊടുത്താൽ എന്താ ഗുണമെന്ന് പറഞ്ഞു തരട്ടെ. നമ്മുടെ പഴയ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റിങ്സ് മാറ്റിയിട്ട് പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ കപ്പുകളിൽ പലതരം ചെടികളാണ് ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ഞാനൊരു 30ഓളം ചെടികൾ, വെറൈറ്റി ചെടികളാണ് നട്ടുപിടിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പിൽ നമ്മളിതുപോലെ പൊടിച്ച മുട്ടത്തോണ്ട് ഇട്ട് കൊടുത്താൽ ഉച്ച വന്നിട്ടുള്ള ശല്യം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാവില്ല കേട്ടോ. നമ്മളിതുപോലെ എല്ലാ ചെടികളുടെ കടക്കിലും മുട്ടത്തോട് ഇതേപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. പൊട്ടിച്ചിട്ട് ഇതുപോലെ. അടുത്തതായിട്ട് നമ്മൾ ബോഗൺവില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വളം ഞാനിത് കാണിച്ചതാണ്, ഒന്നും കൂടി ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഒരൊറ്റ കോഴിമുട്ട മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ അതിൻ്റെ തോട് കാക്കകൾ അടിച്ച് മാറ്റി കൊണ്ടുപോകുന്നതുണ്ടാവും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മുട്ടത്തോട്. അപ്പോൾ നമ്മളതിൻ്റെ ഉണ്ണയും വെള്ളയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു ചിരട്ട നിറച്ചും ചാരം, നമ്മുടെ ഇലകൾ അല്ലെങ്കിൽ അടുപ്പ് കത്തിച്ചത്, പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് കിട്ടുന്ന ചാരം ഇട്ട് കൊടുക്കരുത്. ഇലകളോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചില്ലകളൊക്കെ കത്തിച്ചിട്ടുള്ള ചാരമാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ പത വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കമ്പ് വെച്ചിട്ട് നന്നായി ഇളക്കിയാൽ മതി. എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. 3 ദിവസം പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ബക്കറ്റിൽ 10 ലിറ്റർ വെള്ളം കൊള്ളും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കഞ്ഞിവെള്ളവും ഒരു മുട്ടയും ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നമ്മൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ 10 ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് ബോഗൺവില്ലയ്ക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബോഗൺവില്ല സത്യത്തിൽ നന്നായി പൂവിടണമെങ്കിൽ നന്നായിട്ട് വെയിലത്ത് തന്നെ ഇരിക്കണം. തണലത്ത് വെച്ച ബോഗൺവില്ലയ്ക്ക് ഈ ഒരു സൂത്രം ഉപയോഗിച്ചാലൊന്നും പൂവിടാനുള്ള സാധ്യതയില്ല കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള ചാരത്തിൽ നന്നായി പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ടയിൽ അടങ്ങിയിട്ടുള്ള കാൽസ്യവും ചേർന്നിട്ട് നമുക്ക് നല്ലൊരു വളമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഉള്ള സംഭവങ്ങൾ, സൂക്ഷ്മാണുക്കൾ നന്നായിട്ട് ഇങ്ങനെ വിഘടിക്കാൻ വേണ്ടിയിട്ടാണ്. മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ നന്നായി വിഘടിച്ചിട്ട് പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് ബോഗൺവില്ലയിൽ. എൻ്റെ അതിന് ഹൈബ്രിഡ് വെറൈറ്റികളൊന്നും അധികമായിട്ടൊന്നുമില്ല. സാധാരണ നാടൻ വെറൈറ്റികൾ മാത്രമായിട്ടോ ഉള്ളത്. അപ്പോൾ ഹൈബ്രിഡിനാണെങ്കിലും ഇത് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ നമ്മുടെ കടക്കല മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴയ പൂവുകൾ കൊഴിഞ്ഞു പോയാലും പുതിയ പൂവുകൾ നന്നായിട്ട് വരും കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാതെ ഇത് ഒഴിച്ചു കൊടുത്താൽ മതി. ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പഴയ പൂവുകളൊക്കെ ജസ്റ്റ് ഒന്ന് കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് വെട്ടിക്കൊടുക്കുക. അപ്പോൾ പുതിയ പൂ ഒക്കെ വരും കേട്ടോ. നല്ല കളറും ഉണ്ടാവും പൂക്കൾ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് മുട്ട എടുക്കുമല്ലോ. അപ്പോൾ അതിന് ശേഷമുള്ള മുട്ടത്തൊണ്ടിൽ ഇതുപോലെ കുറച്ച് അതിലിങ്ങനെ തൊണ്ടിലുണ്ടാവും. അപ്പോൾ അത് നമ്മൾ കഴുകിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെടികൾക്ക് നല്ല വളമാണ് കേട്ടോ. നമ്മൾ എത്ര മുട്ടയാണ് നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുന്നത്, പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന മുട്ടയുടെ കാര്യമാണ് പറഞ്ഞത്. തന്നെ മുട്ടത്തോട് നന്നായിട്ട് ഉണക്കി പൊടിച്ചതിന് ശേഷം ചെടിയുടെ കടക്കലിട്ട് കൊടുത്താൽ ചെടികൾക്ക് നല്ല കാൽസ്യം കിട്ടും. അതെല്ലാവരും ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് റോസയുടെ കടക്കൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റോസ നന്നായിട്ട് പൂക്കളുണ്ടാവും. ഇത് ബോൾസം പോലത്തെ ചെടികൾക്കുണ്ടല്ലോ, ചൈനീസ് ബോൾസം അതുപോലെയുള്ള ചെടികൾക്കൊക്കെ നല്ല വളമാണ് കേട്ടോ. ഈ ഒരു വളം
മുട്ടയുടെ തോട് കഴുകിയെടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ മുട്ട പുഴുങ്ങിയെടുക്കുന്ന ആ ഒരു വെള്ളം, ഉപ്പിടാണ്ട് പുഴുങ്ങണം. മുട്ട ഉപ്പിടാണ്ട് പുഴുങ്ങിയിട്ടുള്ള ആ വെള്ളമാണ് കേട്ടോ നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കേണ്ടത്. പൂക്കൾ ഉണ്ടാവുന്ന നമ്മുടെ പൂച്ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രാവിലെ പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ വൈകുന്നേരം അത് നന്നായിട്ട് ആ മുട്ടത്തോടും കൂടിയിട്ട് അതിൽ നന്നായി പൊടിച്ച് ചേർത്തിട്ട് ഇതുപോലെ മുല്ല, അതുപോലെ തന്നെ മരസ്റ്റോമ, പിന്നെ നമ്മുടെ അഡീനിയം അങ്ങനത്തെ ചെടികൾക്കൊക്കെ കൊടുക്കൂട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന വളം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വളമാണ് കേട്ടോ. ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ തോല്, ചായപ്പിണ്ടി, ഉള്ളിത്തോല്, വാഴക്കത്തൊലി, അതുപോലെ മുട്ടത്തോട്, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇത് നമ്മൾ ഒരു ദിവസത്തെ അല്ല, എല്ലാ ദിവസത്തെയും ഇതുപോലെ ശേഖരിച്ചിട്ട് നന്നായിട്ട് ഉണക്കി വെക്കണം. ശേഖരിച്ച് ഉണക്കി നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയാൽ ഇതുപോലെ പൊട്ടിയിട്ട് കിട്ടും. അത് നമുക്കൊരു കുപ്പിയിലിട്ട് വെക്കാം. തക്കാളി, വെണ്ട, മുളക്, വഴുതന അങ്ങനെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല കായ്ഫലം ഉണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ റോസിനാണ് കേട്ടോ. റോസിന് ഇപ്പോൾ നമ്മൾ പച്ചക്കറി ശ്രദ്ധിക്കണ കാരണം റോസുകൾക്കൊക്കെ ചെറിയൊരു പിണക്കം വന്നിട്ടുണ്ട്. എന്നാലും പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് പച്ചപ്പഴത്തിൻ്റെ ഒക്കെ തൊലി ഇട്ട് കൊടുക്കാറുണ്ട്, പിന്നെ ഉള്ളിത്തോലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞാനിന്ന് നമ്മളുണ്ടാക്കി വെച്ച ആ ഒരു വളം, ആ ഒരു മിശ്രിതം നമ്മളിതാ ഇതിന് കൊടുക്കുകയാണ് കേട്ടോ. എല്ലാ റോസകളുടെയും ചുവട്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ചുവട്ടിലുള്ള മണ്ണ് നമ്മളൊരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് നമ്മൾ കരിയിലയും ഒക്കെ കൂടിയിട്ട് മണ്ണും ഒക്കെ കൂടിയിട്ട് നിറച്ചിട്ട് ആണ് ഈ പോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ഇളക്കമൊക്കെ ഉള്ള മണ്ണൊക്കെ തന്നെയാണ്. എന്നാൽ കൂടി അതിൻ്റെ ചുവട്ടിലുള്ള പുല്ലൊക്കെ മാറ്റിയിട്ട് നമ്മളൊന്നും കൂടി മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു പിടി അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മുടെ മുട്ടത്തോടും പിന്നെ വാഴക്കത്തൊലിയും അതുപോലെ ഉള്ളിത്തോണ്ടും എല്ലാം നന്നായിട്ട് റോസ് ഉണ്ടാവാൻ പറ്റിയതാണ്. റോസ് നന്നായിട്ട് കുല കുത്തിയിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ അതിന് ഏകദേശം ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്, ഡയറക്റ്റായിട്ട് ഉള്ളിത്തോലിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ ഇത് പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ പൂക്കളുണ്ടാവും കേട്ടോ. നമ്മൾ ഇങ്ങനെ പൊടിച്ച് ചേർക്കുമ്പോൾ അവറ്റകൾക്ക് കൂടുതൽ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ കഴിയും. അപ്പോൾ വേഗം തന്നെ പൂക്കളുണ്ടായിക്കോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ട വീഡിയോ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പൊക്കെ ചെയ്തേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തേക്ക്.